റിസർച്ച് മെത്തഡോളജിയുടെ ആദ്യത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റിസർച്ച് എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. റിസർച്ച് മീൻസ് ടെക്നിക്കൽ ആൻഡ് ഓർഗനൈസ്ഡ് സെർച്ച് ഓഫ് റിലവൻറ്റ് ഇൻഫർമേഷൻ ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക്. ഗവേഷണം ഒരു പ്രത്യേക വിഷയത്തിൽ പ്രസക്തമായ വിവരങ്ങൾക്കായിട്ടുള്ള സാങ്കേതികവും എന്നാൽ സംയോജിതപരവുമായിട്ടുള്ള അന്വേഷണമാണ്. So it is defined as an academic activity that involves identifying the research problem, formulating a hypothesis, collecting, analyzing data and reaching specific conclusion in the form of solutions അല്ലെങ്കിൽ general theories. ഒരു ഗവേഷണ പ്രശ്നത്തെ തിരിച്ചറിയൽ, ഒരു സിദ്ധാന്തം, ഒരു ഹൈപ്പോത്തസിസിൻ്റെ രൂപപ്പെടുത്തൽ, അതിന് വേണ്ട ഡാറ്റ ശേഖരിക്കുകയും വിശകലനം ചെയ്യുക, അതിൽ പരിഹാരങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ പൊതുസിദ്ധാന്തങ്ങളുടെ രൂപത്തിൽ ഒരു നിർദ്ദിഷ്ടമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുക. ഇതൊക്കെ ചെയ്യുന്ന ഒരു അക്കാദമിക പ്രവർത്തനമായിട്ടാണ് റിസർച്ചിനെ നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് സൊല്യൂഷൻസ് ഫോർ പ്രോബ്ലംസ് എന്നുള്ളതാണ്. ഫൈൻഡിങ് സൊല്യൂഷൻസ് ഫോർ പ്രോബ്ലംസ്. സോ റിസർച്ചസ് പ്രൈമറിലി ഫോക്കസ് ഓൺ ടു അപ്രോച്ചസ്. ക്വാളിറ്റേറ്റീവ് എന്നും ക്വാണ്ടിറ്റേറ്റീവ് എന്നുമുള്ള രണ്ട് സമീപനങ്ങളാണ് റിസർച്ചിനുള്ളത്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് ദ ഡേറ്റ ഒബ്റ്റെയിൻഡ് ഫ്രം ദ റിസർച്ച് ആണെങ്കിൽ, ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് സമീപിക്കുന്നത് ക്വാളിറ്റി ഓഫ് ദി ഒബ്റ്റെയിൻഡ് ഡേറ്റ. അളവുപരവും ഗുണപരവുമായിട്ടുള്ള സമീപനമാണ് ഗവേഷണങ്ങളിൽ നിന്ന് ലഭിച്ച ഡാറ്റയുടെ അളവിൽ റിസർച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ യൂണിറ്റ്, നമ്പർ, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഗുണം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ റിസർച്ച് കോമൺ മാൻസ് ലാംഗ്വേജിൽ എന്താണ് പറയുന്നത്? സെർച്ച് ഫോർ നോളജ്, വിജ്ഞാനത്തെ അന്വേഷിക്കുക. റിസർച്ച് ഈസ് എൻ ആർട്ട് ഓഫ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. ഗവേഷണം ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ ഒരു കലയാണ്, അല്ലെങ്കിൽ കലാപരമായ ശാസ്ത്രീയപരമായ അന്വേഷണമാണ്. അതുപോലെ സിസ്റ്റമാറ്റിക് ഡിസൈൻ, കളക്ഷൻ, അനാലിസിസ്, റിപ്പോർട്ടിംഗ് ഓഫ് ഫൈൻഡിങ്സ് ആൻഡ് സൊല്യൂഷൻസ് എന്നുള്ളതും റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവാണ്. തുടർന്നുള്ള വീഡിയോകളിലെല്ലാം നമ്മൾ അക്കാദമികപരമായിട്ടുള്ള ഗവേഷണത്തെയാണ് സമീപിക്കുന്നത്. ചിട്ടയായ രൂപകൽപ്പന, സിസ്റ്റമാറ്റിക് എന്നുള്ളത് റിസർച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ചിട്ടയായ രൂപകൽപ്പന, ശേഖരണം, വിശകലനം, അതിൻ്റെ കണ്ടെത്തലുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മളത് റിപ്പോർട്ടായിട്ട് എഴുതുക എന്നുള്ളതും അവസാനത്തെ ഘടകമാണ് റിസർച്ചിൻ്റെ, അവസാനത്തെ സ്റ്റെപ്പാണ് റിസർച്ചിൻ്റെ. സോ സിസ്റ്റമാറ്റിക് ഡിസൈൻ, കളക്ഷൻ, അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ഫൈൻഡിങ്സ് ആൻഡ് സൊല്യൂഷൻസ്. കൺസെപ്ച്വൽ യൂസ് ഓഫ് റിസർച്ച് എന്താണ്? എന്തൊക്കെയാണ് റിസർച്ചിൻ്റെ കൺസെപ്ച്വൽ യൂസസ്? പുതിയ കൺസെപ്റ്റുകളെ കൊണ്ടുവരിക, ചേഞ്ചിങ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് പ്രോബ്ലംസ്, ചേഞ്ചിങ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് സൊല്യൂഷൻസ്, പ്രൊവൈഡിങ് ഫ്രെയിംവർക്ക് ടു ഗൈഡ് ആക്ഷൻ. ഒരു ചട്ടക്കൂട് നിർമ്മിക്കുക, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഒരു ചട്ടക്കൂട് നിർമ്മിക്കുക. എല്ലാ മേഖലകളിലും പ്രധാനപ്പെട്ടതൊന്നാണ് ഡിസിഷൻ മേക്കിംഗ്. അതിന് വേണ്ടതൊരു റിസർച്ചാണ്. അപ്പോൾ അതിന് പ്രൊവൈഡിങ് എ ഫ്രെയിംവർക്ക് ടു ഗൈഡ് ആക്ഷൻ. ഇതിലെല്ലാം ചിട്ടയായ രൂപകൽപ്പനയും വിശകലനവും ഡാറ്റയുടെ ശേഖരണവും അതിൻ്റെ എല്ലാം ഉള്ളതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഗവേഷണം എന്നുള്ളത്, റിസർച്ച് എന്നുള്ളതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ. തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് അടുത്ത റിസർച്ചിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് കടക്കാം. നമസ്കാരം.